ഹായ് ഹലോ, ഞാൻ ചിത്ര അരുൺ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചിത്ര ലൈഫ് ടോക്ക് എന്നാണ്. അപ്പോൾ ഈ ലൈഫ് ടോക്ക് എന്ന് പറയുമ്പം ഞാനൊരു വലിയ ആളാണെന്നോ അല്ലെങ്കിൽ വലിയ ഏതാണ്ട് ജീവിതം അങ്ങനെ ഒരു വലിയ കഥകളൊന്നുമല്ല പറയാനുള്ളത്. സാധാരണ വീട്ടമ്മ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ. എന്താ പറയുക, വീട്ടിലിരുന്ന് മക്കളെ വളർത്തി വഴക്കുണ്ടാക്കി ദേഷ്യമൊക്കെ ആയിട്ട്, ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ, കാലിൻ്റെ തള്ളവിരൽ തൊട്ട് ഉച്ചസ്ഥായി വരെ ദേഷ്യം, എന്തു പറഞ്ഞാലും ദേഷ്യം. അങ്ങനെയൊക്കെ ഒരാൾ ഒരു ഈശ്വര പ്രാർത്ഥനയിലൂടെ, അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അറിഞ്ഞു എന്നൊന്നുമല്ല പറയുന്നത്, പ്രാർത്ഥന, നിരന്തരമായ നാമജപം, അതുകൊണ്ടൊക്കെ ഉണ്ടായ ഒരു മാറ്റം, നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ആത്മശുദ്ധീകരണമുണ്ട്. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ ഒരാൾക്ക്, സാധാരണ ഒരാൾക്ക് ഇതൊക്കെ സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ടും മറ്റൊരാൾക്കും സാധ്യമാകത്തില്ല. എല്ലാവർക്കും സാധിക്കും. നമ്മൾ കരഞ്ഞ് തളർന്ന് വിഷമിച്ച് ഇങ്ങനെ ദിവസവും കഴിയുന്നവരാണല്ലേ, എന്തോരോ ആൾക്കാരാണ് സങ്കടങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അതിന് നമുക്ക് ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതിന് എങ്ങനെ കൃത്യമായിട്ട് അവരെ നമുക്ക് മെൻറ്ററായിട്ട്, എനിക്കിഷ്ടമാണ് മെൻറ്ററായിട്ടൊക്കെ ഇരിക്കാൻ. കാര്യം ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. അതാണ് എനിക്കൊരു ലൈഫ് കോച്ചൊക്കെ ആണെന്ന് എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ. അത് കാര്യം വേറൊരാൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവമുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേറൊരാളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ ഈശ്വര വിശ്വാസം, ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു ബോധ്യം ആകുമ്പോഴാണ്. നമ്മൾ കൊച്ചിലെയൊക്കെ എല്ലാവരും നമ്മൾ പാട്ടൊക്കെ പാടും, ഈശ്വരൻ എന്തുവാ അവിടെയും ഉണ്ട് ഈശ്വരൻ, എവിടെയും ഉണ്ട് ഈശ്വരൻ, അല്ലേ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, അത് മറന്നൊക്കെ പോയി. അപ്പോൾ അവസാനം നമ്മുടെ ഉള്ളിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ഈശ്വരൻ. ഭഗവത്ഗീതയിലും പറയും, ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്നെ വേറൊരാളാക്കി ജനിപ്പിച്ചതെന്ന് ഞാൻ പറയും. നമുക്ക് അതിനു മുമ്പുള്ളൊരു നമ്മളെ അല്ല, പിന്നെ വേറൊരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ അത് അല്ല, ഈശ്വര സർവ്വഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി എന്ന് പറയും. ഈശ്വരൻ സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന്. നമ്മളത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ നമ്മളൊക്കെ എത്രയോ തവണ കേട്ടിരിക്കുന്നു. ഞാനൊക്കെ പണ്ടൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ. അപ്പം ഞാൻ വിചാരിക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കാനാണ്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രഭാഷണമൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും, ഇതൊന്നും നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല, ഇവരെന്തോ ഈ പറയുന്നത്, അത്രയും നിസ്സാരമായിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തോ നേരത്തോട്ട് എനിക്കൊരു അഭിരുചിയുണ്ട് ഇതിനോടൊക്കെ. അങ്ങനെ ഇതൊക്കെ എനിക്കെന്തൊക്കെയോ പിന്നെ നമ്മളതങ്ങ് അനുഭവിച്ചറിയുകയാണ്, അല്ലേ. നമ്മുടെ ഉള്ളിലുള്ളതിനെ എന്തു പറയുന്നത്, ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തും. അതൊരു ഭയങ്കര അനുഭവമാണ്. പക്ഷെ നമുക്ക് ആരും നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ആരും നമ്മളെ സപ്പോർട്ട് കളിയാക്കും. എന്നെയൊക്കെ ഇഷ്ടം പോലെയാണ് പറയുന്നത്, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ഞാൻ അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇന്ന് ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇതൊന്നും ഒരു ഇതല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ളൂ. നമ്മളെ ഒരാൾ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയും, ഇതൊക്കെ ഇവിടെ ഉള്ളതാ, ഇതൊക്കെ പറയട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിച്ചു. അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇന്ന് ഏത് പ്രശ്നം വന്നാലും, ഇന്ന് സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, അല്ലേ, നമുക്കറിയാം ജീവിതം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് നമ്മൾ സക്സസ് ആയി എന്ന് തന്നെ ഞാൻ പറയും. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളോട് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി ഒക്കെ പുറകാലെയൊക്കെ നമുക്ക് വീഡിയോ ഇടാം. എല്ലാവരും കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയുകയും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാം. ഞാനും നമ്പറൊക്കെ ഞാൻ തരുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്താൽ എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. എനിക്കത് ഇഷ്ടവുമാണ്. എല്ലാവർക്കും നമസ്കാരം.